യുവാക്കളെ പോലീസ് വ്യാജ MDMA കേസിൽ കുടുക്കിയതായ ആരോപണം. കട്ടപ്പന മുളകരമേട് നിർമ്മല സിറ്റി സ്വദേശി കാഞ്ഞിരത്തുമുട്ടിൽ സുധീഷ്, മൂവാറ്റുപുഴ സ്വദേശിയും കട്ടപ്പന ടൗണിൽ വാടകയ്ക്ക് താമസിച്ച വർക്ക്ഷോപ്പ് നടത്തിവരുന്നതുമായ കുന്നുപുറത്ത് ശ്രീജിത്ത് എന്നിവരെയാണ് കട്ടപ്പന പോലീസ് MDMA കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നത്. തങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണമെന്ന് ഇവർ കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇവർക്കെതിരെ പോലീസ് തെളിവായി കണ്ടെത്തിയ പൊടി MDMA അല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഇതോടെ പോലീസ് ഇവരെ വെറുതെ വിട്ടെങ്കിലും അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ മാനക്കേട് വലുതാണെന്നും യുവാക്കൾ പറഞ്ഞു. ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും ഒരു കഴമ്പുള്ള ഒരു കേസാണെങ്കിൽ ശരിയാണ്. എവിടെ ഇരുന്ന് കുറച്ച് സാൻഡുകൾ ഒരു പൊതുഞ്ഞെട്ടി എടുത്തുകൊണ്ട് പോയി MDMA ആണ്, അത് വാങ്ങിയത് ഞാനാണെന്ന് പറഞ്ഞൊരു കേസും ഉണ്ടാക്കി. ഇവർക്കെല്ലാം ഇത് ഭയങ്കര വെൽറ്റായിരിക്കും. ഇവരുടെ പേഴ്സണൽ പോലീസിന്റെ പേഴ്സണൽ ചാനലെല്ലാം ഇട്ടിട്ടുണ്ട്. MDMA പ്രതികളുടെ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെല്ലാം അഭിനന്ദനങ്ങൾ പറഞ്ഞ കുറെ കമന്റുകളുണ്ട്. ഇതിന്റെ നിജസ്ഥിതി എന്താണെന്നോ സത്യാവസ്ഥ എന്താണെന്നോ അറിയാൻ ഇതുവരെ അവർ ശ്രമിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ ജീവിതമാണ് ഇതിനകത്തെല്ലാം നശിച്ചു പോകുന്നത്. ഇതിനെല്ലാം എതിരെ നിയമപരമായിട്ട് തന്നെ പോരാടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇതെല്ലാം പറഞ്ഞു അറസ്റ്റ് ചെയ്ത സമയത്ത് കുറ്റം സമ്മതിക്കുന്നതിനായി കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തിച്ച് തങ്ങളെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായും യുവാക്കൾ പരാതിയായി പറഞ്ഞു. ഇവർ എടുത്തുകൊണ്ട് പോയ പരിശോധന നടത്തി. ആ പരിശോധനയുടെ റിസൾട്ടാണ് അല്പം മുമ്പോടെ കാണിച്ചത്. ആ പരിശോധനയിൽ ഈ പോലീസ് പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും നെഗറ്റീവാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യം വരികയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പുറത്തുവിട്ടത്. ഇപ്പൊ ഇതിന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘമാണ് മുളകരമേടുന്ന ഇത്തരം നിലപാടുമായിട്ട് ഇനി പോലീസ് അല്ല എക്സൈസ് അല്ല ആരവിടെ കയറി വന്നാലും പൊതുജനങ്ങളെന്ന നിലയ്ക്ക് ഞങ്ങൾ നാട്ടുകാർ പ്രതിഷേധിക്കും. കാരണം ഈ വിഷയം ഉണ്ടായ സമയത്ത് എക്സൈസ് ഇൻസ്പെക്ടർ മയക്കുമരുന്ന് സംഘവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്ത സംഘത്തിലെ കണ്ണികൾ എന്ന നിലയിലാണ് വാർത്തകൾ പോലീസ് പുറത്തുവിട്ടത്. എന്നാൽ കണ്ടെടുത്ത പൊടി മയക്കുമരുന്ന് അല്ലെന്ന് കണ്ടെത്തിയതോടെ തങ്ങളുടെ നിരപരാധിത്വം തെളിഞ്ഞിരിക്കുകയാണ്. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, DGP, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും യുവാക്കൾ പറഞ്ഞു. മുൻ വാർഡ് കൗൺസിലർ പ്രശാന്ത് രാജുവും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.